ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഒത്തിരി ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ഐബ്രോസിലെ രോമം പൊഴിഞ്ഞു പോകുന്നു, പിന്നെ അതിനൊരു കട്ടിയില്ല, അതിന് കളറില്ല എന്നൊക്കെയുള്ള. പക്ഷേ അത് നമ്മുടെ തലമുടി പൊഴിയാൻ എന്തൊക്കെ കാരണങ്ങളുണ്ടോ അതെല്ലാം ഐബ്രോസിനകത്തെ രോമം പൊഴിയാനുമുള്ള കാരണങ്ങളാണ്. അല്ലാതെ തന്നെ നമ്മൾ ഐബ്രോസ് ഷേപ്പ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കാത്തത് ഒരു പ്രശ്നം. പിന്നെ നമ്മൾ ഐബ്രോസ് വരയ്ക്കാനായിട്ടൊക്കെ നമ്മൾ പെൻസിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നല്ല ബ്രാൻഡഡ് നല്ല കമ്പനിയുടെ സാധനങ്ങളല്ലാതെ ലോക്കലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെയുള്ള പ്രശ്നം. ഇതെല്ലാം നമ്മുടെ ഐബ്രോസിൻ്റെ അകത്ത് രോമം പൊഴിയാനായിട്ടുള്ള പല കാരണങ്ങളാണ്. അതിന് ഒന്ന് രണ്ട് റെമഡിയുമായിട്ടാണ് ഞാനിന്ന് വരുന്നത്. ഈ ബദാം ഓയിലിനകത്ത് ഒരു 3-4 തുള്ളി, ഒരു 3 തുള്ളി, ഒരു 3-4, 5 ഒക്കെ ചേർക്കാം. ഇത്രയും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് വെച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് പരട്ടുക. പിന്നെ രണ്ടാമത് നീലഫ്രിങ്കാതി ഓയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പിന്നെ അലോവേറ ജെൽ എടുത്തിട്ട് നീലഫ്രിങ്കാതി ഇതുപോലെ തന്നെ കുറച്ചൊഴിക്കുക. പിന്നെ ഇത് 1 സ്പൂണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 1/4 സ്പൂൺ പിന്നെ ഈ ഓയിലുകളെല്ലാം നമുക്ക് ചേർക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ബദാം ഓയിലോ അല്ലെങ്കിൽ നീലഫ്രിങ്കാതി ഓയിലോ വയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്വല്പം കോക്കനട്ട് ഓയിലും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഇഷ്ടം പോലെ നമുക്കത് ചെയ്യാം. അത് ഇച്ചിരി കൂടിയോ കുറഞ്ഞോ ഒന്നും പോയതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. നമുക്കെങ്ങനെ വേണമെങ്കിലും അത് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് രാത്രിയിലോ പകലോ നമുക്കിഷ്ടമുള്ള എപ്പോഴാണെന്ന് വെച്ചാൽ അത് നല്ലതായിട്ട് പുരട്ടിക്കൊണ്ട് അത് എത്ര സമയം നമ്മുടെ ദേഹത്ത് നമ്മുടെ ഐബ്രോസിൽ ഇരുന്നാലും നമുക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. കഴിഞ്ഞ് തന്നെ നമ്മുടെ ഐബ്രോസ് എല്ലാം നല്ലതായിട്ട് വളർന്ന് നല്ല കട്ടിയാകും, നല്ല കറുപ്പാകും. ഇതെല്ലാം ഇത് നമുക്കറിയാം നീലഫ്രിങ്കാതിയും ബദാം ഓയിലിൻ്റെയും ഒക്കെ ഗുണങ്ങൾ ഒരേ ഗുണങ്ങളാണ്. നല്ലതായിട്ട് മുടി വളരാനും നല്ലതായിട്ട് മുടി കറക്കാനും താരനൊക്കെ ഉണ്ടെങ്കിൽ പോകാനും ഇതെല്ലാത്തിനും ഈ ബദാം ഓയിലും നീലഫ്രിങ്കാതി ഓയിലും ഒരുപോലെ നല്ലതാണ്. അത് നമ്മൾ നമുക്കറിയാം നമ്മുടെ ഐബ്രോസിലൊക്കെ ശകലം പിന്നെ താരൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇത് പൊഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം നല്ലതാണ് ബദാം ഓയിലും നീലഫ്രിങ്കാതി ഓയിലും ഒക്കെ. ഈ ബദാം ഓയിലും നീലഫ്രിങ്കാതി ഓയിലും ഒക്കെ നമ്മൾ ഡയറക്റ്റ് പരട്ടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ അലോവേറ ജെല്ലിൻ്റെ അകത്തെങ്ങാണ് ഒന്ന് മിക്സ് ചെയ്ത് പരട്ടുന്നതാണ് ഒന്നുകൂടെ എഫക്റ്റ് കിട്ടുന്നത്. കാരണം അലോവേറ ജെല്ലും അതുപോലെ നമുക്ക് ഇതിനെല്ലാം നല്ലതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യാനായിട്ട് പറയുന്നത്. പിന്നെ അങ്ങനെ എല്ലാവരും ഉപയോഗിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.